Good morning. Construction Materials and Engineering Module 1 ഒരു ചെറിയ പോർഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് tiles. We know what are tiles എന്നുള്ളത്. So tiles are mainly flooring purpose നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർഫസ് സ്ലാബ് ആണ് tiles എന്ന് പറയുന്നത്. And tiles are usually clay products. So നമ്മൾ clay productsൽ bricks കണ്ടു. Bricks എന്ന് വെച്ചാൽ മേജർ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. Tiles mainly നമ്മൾ wall claddingനും flooring use ചെയ്യുന്നതാണ് and it is also made from clay. Okay, so what are tiles? Tiles are thin slabs of clay prepared in various shapes. Tiles being thin, they require more care in their manufacture since they are liable to be damaged in drying and burning by way of warping or cracking. So tiles, particularly tiles in the thickness എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. 12 mm to 15 mm ആണ് thickness പറയുന്നത് ആൻഡ് മിനിമം തിക്നെസ് മെഷീൻ ടൈൽസ് ആണെങ്കിൽ 10 mm ആണ്. സോ തിക്നെസ് കുറവായതുകൊണ്ട് ഭയങ്കര കെയർ എടുത്തിട്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ദേ ക്യാൻ ബി വാർപ്പിംഗ് ഉണ്ടാവും. വാർപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്ന ഒരു പ്രോസസ്സാണ് ആൻഡ് ക്യാൻ സംടൈംസ് ക്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ടൈൽസിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ കൂടുതൽ കെയർ എടുത്ത് ചെയ്യുന്നതാണ്. ഇനി ടൈൽസ് ഏതൊക്കെ ടൈപ്സ് ഉള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ടൈൽസ് ആർ ഓഫ് 3 types, മെയിൻലി ഫ്ലോർ ടൈൽസ്, wall tiles and roof tiles. Next is what are the characteristics of good tiles. Considering the floor tiles, the tiles used at the top of the wearing surface of a flooring is called as floor tiles. What are floor tiles? നമ്മളുടെ ഫ്ലോറിങ്ങിൻ്റെ ടോപ്പ് സർഫസിൽ യൂസ് ചെയ്യുന്ന ഒരു വെയറിംഗ് സർഫസിനെയാണ് നമ്മൾ ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത്. These tiles are used for finishing the surfaces of floors of water, closets, bathrooms, kitchens, hospitals where cleanliness is prime importance. മെയിൻലി നമ്മൾ ഫ്ലോർ ടൈൽസ് യൂസ് ചെയ്യുന്നത് ബാത്റൂംസിലും കിച്ചൺസിലും ഹോസ്പിറ്റൽസിലൊക്കെ ഒക്കെയാണ്. ബിക്കോസ് ക്ലെൻലിനെസ്സിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈൽ സർഫസ് ആണെങ്കിൽ നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. സോ അതുകൊണ്ടിട്ട് മേജറായിട്ട് നമ്മൾ ഈ ഏരിയാസിലിടും. ഇപ്പം മിക്കവരും ടൈൽസ് കോമൺ റൂംസിലും എല്ലായിടത്തും ടൈൽസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ദീസ് ടൈൽസ് അണ്ടർഗോ വെയർ ആൻഡ് ടയർ റെഗുലർലി ആൻഡ് ഹെൻസ് ഷുഡ് ഹാവ് ഗുഡ് വെയറിംഗ് സർഫസ്. The top surface of tile is glazed and the underside is left unglazed for proper adhesion to the subsurface. നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ടോപ്പ് സർഫസ് ഇത്രയും കൂടെ സ്മൂത്ത് ആയിട്ടും താഴത്തെ സർഫസ് ഒരു റഫ് സർഫസ് ആയിട്ടാണ് ടൈൽസിലുള്ളത്. കാരണം നമ്മൾ സിമെൻറ്റുമായിട്ട് കൂടുതൽ ഒരു കോണ്ടാക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പാച്ചി പോലത്തെ റഫ് സർഫസ് ടൈലിൻ്റെ താഴത്തെ ഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ദേ ഷുഡ് ബി നോൺ അബ്സോർബൻറ്റ് ആൻഡ് നോൺ സ്ലിപ്പറി. വാട്ടർ അബ്സോർബൻ്റ് ആയിരിക്കരുത്, അതുപോലെ തന്നെ നോൺ സ്ലിപ്പറി ആയിരിക്കണം. അല്ലെങ്കിൽ ക്യാൻ കോസ് ഇപ്പോൾ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിഡ് ചെയ്ത് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി നോൺ സ്ലിപ്പറി ഓൾസോ. These tiles can be made in any color and of any geometrical shape as per Indian standards 1478-1959. So these are the characteristics of floor tiles. Next is wall tiles. Wall tiles il endakeyanu nammal shraddikkendathu ennalladana. These are pressed tiles and can be made from dry or wet clay. So what is a pressed tile? Pressed tile nu vecheyina ഒരു റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജ് ഉള്ളത്. ഇപ്പം നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ വോൾ ടൈൽസിൻ്റെയൊക്കെ എഡ്ജ് ഇത്രയും കൂടെ എഡ്ജിൻ്റെ അവിടേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയും. സോ പ്രസ്ഡ് ടൈൽ മീൻസ് ഇറ്റ് ഹാസ് എ pressed edge. That tiles that have been manufactured using standard pressing processes which has a slight curving on the sides. അതിനിപ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് പ്രസ്ഡ് ടൈലും ഉണ്ട്, റെക്ടിഫൈഡ് ടൈൽസും ഉണ്ട്. ഓക്കെ, നമ്മളുടെ ഫ്ലോർ ടൈൽസ് എല്ലാം റെക്ടിഫൈഡ് ടൈൽസ് ആണ്. ദാറ്റ് മീൻസ് ത്രൂ ഔട്ട് അതിൻ്റെ ആ ഒരു ഏരിയയിൽ അതിന് ഒരേ തിക്നെസ് ആയിരിക്കും. വേറാസ് ഈ പ്രസ്ഡ് ടൈലാണെങ്കിൽ നടുക്ക് ഉള്ള പോർഷന് തിക്നെസ് കൂടുതലും സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കോൺവെക്സിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഇസ് സിമിലർ ടു ഫ്ലോർ ടൈൽസ് എക്സെപ്റ്റ് ഫോർ ദ ഡിസൈൻ ആൻഡ് ഡിഗ്രി ഓഫ് ബേണിംഗ്. Wall tiles are burnt at low temperature. They are glazed and burned again at low temperature. First burn ചെയ്ത് ലോ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഗ്ലേസിങ്ങും പിന്നെ കൊടുക്കും. അത് അഗെയിൻ ലോ ടെമ്പറേച്ചറിൽ തന്നെയാണ് പിന്നെയും ഗ്ലേസിങ് ചെയ്യുന്നത്. They can be built to any size. Color tiles are obtained by mixing coloring pigments in the glazed solution.
Next is roofing tiles. So roofing tiles, these tiles are used as roof coverings. Other flat tiles and slate tiles and burned clay flat terracing tiles and pinna manglure tiles and okay. Coming to flat tiles is a flat or plain tiles are rectangular in shape and has slight camber. Camber എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു നടുക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലും അതുപോലെ സൈഡിൽ ഇത്തിരി തിക്നെസ് കുറവും. ഓക്കെ, so they are available in sizes from 15 into 25, 15 into 28 centimeters size with thickness ranging from 9 to 12 mm. That is for flat tiles, flat roofing tiles. Next, slate tiles. These tiles shall be of uniform color, texture and free from cracks, fissures, white patches and harmful materials, etc. The slate shall be reasonably slate. Usual size is 600 by 300 into 15 mm, 500 250 into 10 mm. So water absorption of these tiles are after 24 hours immersion in cold water should not exceed 21% by weight, and that variation should not exceed 20% between individual samples. ഓരോ സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 20% കൂടുതൽ വേരിയേഷൻ കാണാൻ പാടില്ല. അതുപോലെ തന്നെ ഒരൊറ്റ സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 21% കൂടുതൽ വെയിറ്റ് അത്രയുള്ള വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ആൻഡ് IS സ്റ്റാൻഡേർഡ്സ് 6250/1971 ആണ്. Next is burned clay flat terracing tiles. These tiles shall be made from good soil of even texture and shall be uniformly burnt. They shall be uniform in shape, size and be free from irregularities such as twist, bends, cracks and particle of stones. Usual size is length 250 mm to 150 mm in the stages of 25 mm. Width IS Indian specification പറയുന്നത് 200 to 100 mm in the stages of 25 mm എന്നാണ് thickness tolerance. Next, water absorption shall not exceed 20% by weight. Compressive strength, this shall not be less than 7.5 Newton per mm square. This is all about burned clay flat terracing tiles. ഇനിയുള്ളത് manglure tiles ആണ്. Manglure tiles are used as pitched roof covering in most parts of the country. കണ്ടിട്ടുണ്ടാവും manglure tiles. They are hard enough and have good interlocking properties. They are red in color. നമ്മളുടെ സാധാരണ സ്ഥിരം കാണുന്ന ക്ലീഷേ ഓടൊക്കെ manglure tiles ആണ്. Special tiles to cover at the hip, valley, ridge are also manufactured. കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മുകളിലായിട്ട് ഒരു റിഡ്ജ് പോലത്തെ സെപ്പറേറ്റ് കവറിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആസ് പെർ IS 654/1962 manglure tiles are again divided into class AA and class A. So that is according to their water absorption, minimum bearing load average and individual weight. So this is the classification. ഇത്രയാണ് റൂഫിംഗ് ടൈൽസിൻ്റെ ടൈപ്സ്. ഇനിയുള്ളത് ഗ്ലേസ്ഡ് ടൈൽസ് ആൻഡ് പോർസിലിൻ ടൈൽസ് ആണ്. ഗ്ലേസ്ഡ് ടൈൽ വെച്ച് നമ്മൾക്ക് അറിയാൻ പറ്റും ഒരു ഗ്ലേസിങ് എഫക്റ്റ് ഉള്ളത്, ഇത്തിരി ഷൈനി ആയിട്ടുള്ളത്. സോ വാട്ട് ഈസ് ഗ്ലേസിങ്? The process of forming some transparent film over the surface of clay products such as earthenware, stoneware, etc. is known as glazing. Glazing improves the appearance and protects the surface from weathering action, other main destroying agents and corrosive action of sewage. പെട്ടെന്ന് ഇപ്പം ഗ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഓയിൽ സ്പില്ലേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്ലേസിങ് എഫക്റ്റ് കാരണം ടൈലിനെ എഫക്റ്റ് ചെയ്യത്തില്ല. Next, the formation of fine cracks on the surface of the glazed clay product is called crazing. Glazing should not cause craze when the article is exposed to any change of temperature. So, ഒരു fine cracks form ചെയ്യുന്നതിനാണ് crazing എന്ന് പറയുന്നത്. So, glazing കാരണം temperature change കൊണ്ടിട്ട് craze ഒരിക്കലും വരാൻ പാടില്ല നമ്മളുടെ ടൈൽസിന്. Glazed earthenware tiles. These are generally used to the finishing floors and walls of kitchen, bathroom, water closets, etc. ഈ earthenware tiles അത് ഗ്ലേസ് ചെയ്തുകൊണ്ടാണ് glazed earthenware എന്ന് പറയുന്നത്. And the top surface of the tiles is glazed, but the underside of the tiles must be completely free from glaze in order that the tile may adhere properly to the surface. As usual, glazing കൊടുക്കുന്നത് നമ്മൾ ടോപ്പ് സർഫസിന് മാത്രമാണ്, താഴത്തെ സർഫസ് പാച്ചി റഫി ആയിട്ടാണ് വെക്കുന്നത്. The edges of the tiles should also be free from glaze. സോറി, ഇവിടെ ഫ്രീ ഉണ്ട്, എഡ്ജസും ഫ്രീ ആയിരിക്കണം. കാരണം നമ്മൾ എഡ്ജസിൽ നമ്മൾ എപ്പോക്സി കോട്ടിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഫില്ലർ വെച്ചിട്ട് നമ്മൾ ടൈൽ ഫില്ലർ വെച്ചിട്ട് അടക്കുന്നതാണ്. സോ അവിടെയും ഗ്ലേസ് ഫ്രീ ആയിരിക്കണം.
Glazed tiles which come in wide variety of colors are available in two sizes, 99 by 99 and 148 by 148.5. Thickness of 6.5 and 8 and 9.5 specification tiles are available. Water absorption shall not exceed 18% by their weight. Next, the most common process of glazing articles of domestic like crockery, sanitary ware is opaque glazing. The glazing material consists of quartz, feldspar, boric oxide, oxides of tin, zinc, lead, china clay, etc. So opaque glazing ആണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. ഈ opaque glazing ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഷൈനി ആയിട്ടുള്ള മെറ്റീരിയൽസ്. നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മളുടെ സാൻഡിൽ തന്നെ ഉണ്ടാവുന്ന ഷൈനിനെസ്സിന് കാരണമായിട്ടുള്ള ക്വാർട്സ് അങ്ങനത്തെ ചില മെറ്റീരിയൽസ് കൊണ്ടിട്ടാണ് ഗ്ലേസിങ് കൊടുക്കുന്നത്. A mixture of these materials is prepared and ground to fine paste in the presence of water. Then the clay product to be glazed is first dried and dipped into a paste and fired into the furnace at a temperature of about 1350 degrees Celsius. So ഈ പേസ്റ്റിലോട്ട് വാട്ടറായിട്ട് ആഡ് ചെയ്യുന്ന പേസ്റ്റിലോട്ട് നമ്മൾ ഈ ക്ലേ പ്രൊഡക്റ്റ് ഡ്രൈ ചെയ്തിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് burn ചെയ്യുന്നതാണ് glazing. So during the process of firing, the glaze composition gets completely vitrified and forms uniform size. ഇതാണ് glazed tiles or glazed earthenware tiles നെ കുറിച്ചുള്ളത്. In next is porcelain tiles. So porcelain, the name is given to a high grade ceramic ware. Ceramic tiles ആണ് porcelain tiles. Porcelain is name given to a high grade ceramic ware having white in color, very low absorption and good translucency and hard glaze. Translucency എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ലൈറ്റ് എല്ലാം ആക്ച്വലി സോളിഡ് തന്നെയാണ്, പക്ഷേ ഇത്രയും കൂടെ പോറസ് ആയിട്ടുള്ളതായിരിക്കും, ലൈറ്റൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതെന്നുള്ള മീനിങ് ആണ് ട്രാൻസ്ലുസൻസിക്ക്. Okay, and porcelain may be soft or hard. Soft porcelain, this porcelain is made from white clay to which some percentage of flint, that is melted glass, is added. The firing of the molded product usually done in two stages. First stage it is heated to a temperature of 1000 to 1000 degrees Celsius. The product is then coated with a glaze solution and then finally dried at a temperature of 1500 degrees Celsius. The glaze penetrates right through the product. Crockery like plates, dishes comes under this category. So എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ക്ലേ വെച്ചിട്ടാണ്, വൈറ്റ് ക്ലേയിൽ ഫ്ലിൻറ്റഡ് മെൽറ്റഡ് ഗ്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ട് പിന്നെ രണ്ട് സ്റ്റേജിൽ അതിനെ ഹീറ്റ് ചെയ്യും. ഫസ്റ്റ് 1000 to 1200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യും, പിന്നെ അത് ഗ്ലേസ് ചെയ്തിട്ട് ഫൈനലി 1500 ഡിഗ്രി സെൽഷ്യസിൽ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് സോഫ്റ്റ് പോർസലിൻ കിട്ടുന്നത്. Next is hard porcelain. Hard porcelain is different due to its intense hardness and complete imperviousness. Imperviousness means completely porous allaയിരിക്കും. Sorry. It is made from china clay. Quartz and feldspar are added to the clay to perform the functions of filler and flux respectively. So ഈ ക്വാർട്സും ഫെൽസ്പാറും എക്സ്ട്രാ ആഡ് ചെയ്യുന്നതുകൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പോറൊക്കെ അത് അടച്ചതൊരു ഫില്ലറായിട്ട് ആക്ട് ചെയ്യും. One firing is often considered sufficient for this porcelain, and hard porcelain is used for electrical installations, that is for bathroom fixtures due to its hardness and non-absorption properties. നമ്മളുടെ വാഷ് ബേസിൻസ്, അതുപോലെ നമ്മൾ സെറാമിക് സാനിറ്ററി ഫിറ്റിങ്സ് എന്ന് പറയില്ല, അതുപോലത്തെയാണ് പോർസലിൻ ഫിറ്റിങ്സ് വരുന്നത്. നെക്സ്റ്റ് ഈസ് earthenware ആൻഡ് സ്റ്റോൺവെയർ പൈപ്സ് ആണ്. ഇതാണ് earthenware പൈപ്സ്, ക്ലേ പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പൈപ്സ്. നമ്മളുടെ സാനിറ്ററി ലൈക്ക് വേസ്റ്റ് വാട്ടറൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റോൺവെയർ പൈപ്സ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കും. Earthenware pipes are made from ordinary clays mixed with sand, crushed pottery, etc. and are burned at comparatively high temperature, that is 950 to 1165 degrees Celsius. ഓർഡിനറി ക്ലേയിൽ സാൻഡും ക്രഷ്ഡ് പോട്ടറി മിക്സ്, സോയിലും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് earthenware പൈപ്സ്, ഞാൻ പറഞ്ഞില്ലേ, ക്ലേയിൽ നിന്നാണ് എടുക്കുന്നത്. And clay possessing a high degree of tenacity and plasticity is used in the manufacture of various kinds of earthenware such as glazed tile and ordinary drain pipes. Tenacity എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ഫിർനെസ്, ദാറ്റ് ഇസ് സ്ഥിരത എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു മീനിങ് ആണ്. ക്ലേ പൊസസിങ് എ ഹൈ ഡിഗ്രി ഓഫ് ടെനേസിറ്റി ആൻഡ് പ്ലാസ്റ്റിക് ആയതുമായിട്ടുള്ളത് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് പൈപ്സ്.
These earthenware pipes are slightly porous, opaque, and usually covered with a non-porous glaze. Earthenware pipes are used for house drainage with small sizes. Next is stoneware pipes. Stoneware is made from refractory clays mixed with crushed pottery and stone. Stone കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് stoneware pipes. So clays, നമുക്കറിയാം clays ഈ crushed potteryയും സ്റ്റോണും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു opaque nature കിട്ടും. Okay, the clay is prepared carefully and molding is done accurately to the required shape. It is then dried and the material is burnt in kiln, raising the heat gradually to a high temperature and maintaining this for 1 to 3 days depending on the size of the kiln and articles in it. So ഇത് നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൈപ്പ് മോൾഡ് ചെയ്താക്കിയിട്ട് അതൊരു കില്ലിൽ ബേൺഡ് കില്ലിൽ 1 to 3 days അതിൻ്റെ സൈസിന് ഇപ്പം വലിയ സൈസാണെങ്കിൽ വലിയ സൈസായിട്ടുള്ള കില്ലിനാണെങ്കിൽ അതിനനുസരിച്ച് എത്ര ദിവസം വെക്കണം അതിന് അങ്ങനെ നോക്കിയിട്ട് നമ്മളത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യിക്കും. So the plastic clay used for stoneware contains about 76% of silica, 24% of alumina with a small percentage of other ingredients. Certain percentage of iron oxide is also added to act as a film for proper fusion. Stoneware is often glazed to resist the action of acids and corrosion. നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ പോറസ് ഗ്ലേസിംഗ് ആണ് earthenware pipes കൊടുക്കുന്നത്. Glazed stoneware is impervious and opaque. Stoneware pipes are widely used for disposing liquid waste from toilet blocks from house to street sewers. Same purpose തന്നെയാണ് earthenware ആയിട്ട്. These pipes can resist action of acids and gases in the sewage. Stoneware pipes should be made free from cracks and with smooth inside surface. Stoneware pipes are made in lengths of about 900 and with different diameters up to 500 mm. Okay, this is the picture. That's all about it.